Hi friends, welcome to Teachers Cafe. എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നും ഒരു സിമ്പിളായിട്ടുള്ള ചിക്കൻ സ്നാക്കായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ചിക്കൻ സ്നാക്കാണിത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല കുക്കിംഗ് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഇത് ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഇത് വേണ്ട വെജിറ്റബിൾസ് ചേർക്കാം. ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞ് സവാളയാണ് ആദ്യം ചേർക്കുന്നത്. സവാള ചേർത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് ക്യാരറ്റും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർക്കാം കേട്ടോ. ബീൻസോ ബീട്രൂട്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്യാബേജും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ അവസാനമായിട്ട് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇത്രയും വെജിറ്റബിൾസാണ് ചേർക്കുന്നത്. ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള പൊടികൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഏകദേശം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. മാത്രമല്ല ബാക്കി പൊടികളായിട്ടുള്ള കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, ഇങ്ങനെ പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വാട്ടി മൂപ്പിച്ചെടുക്കാം. ആ പൊടിയുടെ പച്ചക്കുത്തൊക്കെ മാറുന്ന വരെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. നിങ്ങൾക്ക് പറഞ്ഞ പോലെ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ഉടച്ചതായാലും എങ്ങനെയൊക്കെ ചേർക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിലേക്ക് കുറച്ച് വേവിച്ച് വെച്ച് ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. ചിക്കൻ വേവിച്ചിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തതാണ്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ആ വെജിറ്റബിൾസിലും ആ പൊടിയും എല്ലാം അതിലേക്കൊന്ന് ആക്കി കൊടുക്കാം. പിന്നെ അവസാനമായിട്ട് കുറച്ച് സോയാ സോസ് കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഞങ്ങളുടെ ചിക്കൻ്റെ ഫില്ലിങ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി വെക്കണം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ബ്രെഡ് എടുക്കുക. വലിയ ബ്രെഡിനെയും വലുതെടുക്കാൻ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതൊരു അടപ്പോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ച് ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കാൻ സുഖം ഏതാണോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല ഷേപ്പിൽ റൗണ്ട് ഷേപ്പിൽ ഈ ബ്രെഡ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തുമാത്രം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അത്രയും ബ്രെഡ് ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കണം. കട്ട് ചെയ്ത് ബാക്കി പോർഷൻ നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം കേട്ടോ. ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ബ്രെഡ് ക്രംസ് ആണിത്. അപ്പോൾ ഇനി ഒരു ബ്രെഡിലേക്ക് നമുക്ക് ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കണം. അപ്പോൾ കുറച്ച് ചിക്കൻ്റെ ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ചിക്കൻ്റെ ഫില്ലിങ് വച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വേറെ ബ്രെഡ് വെച്ചിട്ട് പയ്യെ അതൊന്ന് വെള്ളത്തിൽ നനച്ച് കൊടുത്തിട്ട് അത് വെച്ച് മൂടി വയ്ക്കണം. അപ്പോൾ നനയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് വെള്ളം ആയി പോകരുത്. അപ്പോൾ ബ്രെഡ് പൊട്ടി പോവും. പയ്യെ ഒന്ന് നനയ്ക്കാനേ പാടുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നമുക്കത് ഒറ്റ ബ്രെഡ് പോലെ ആക്കിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡെല്ലാം നന്നായിട്ട് ക്ലോസ് ആയിട്ടുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. എന്നിട്ട് നമുക്കിതൊന്ന് പയ്യെ ഒന്ന് ബീറ്റ് ചെയ്ത് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കി കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബ്രെഡ് ക്രംസ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ആ കട്ട് ചെയ്ത പോർഷൻ വെച്ചുണ്ടാക്കിയതാണ്. ബ്രെഡ് പയ്യെ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ട് ഇതേപോലെ ഒന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ് ക്രംസ് നമുക്ക് കിട്ടും. അപ്പോൾ ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്കിനി ഫ്രൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് നേരെ ഇത് ഫ്രൈ ചെയ്യാൻ പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ടിത് നമുക്ക് ഓയിൽ പയ്യെ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചതൊന്ന് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് വേവൊന്നുമില്ല കേട്ടോ ഇതിന്. ബ്രെഡ് മാത്രം ഒന്ന് ക്രിസ്പി ആയിട്ട് വന്നാൽ മതിയല്ലോ. അപ്പോൾ 1 മിനിറ്റ് മതി നമുക്ക് ഇത്രയും കാര്യം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു സൈഡ് ഏകദേശം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറിച്ചിട്ട് നെക്സ്റ്റ് സൈഡും കൂടി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് മതി. അപ്പോൾ വളരെ സിമ്പിളാണ്, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നല്ല ക്രിസ്പിയാക്കി നല്ല ബ്രൗൺ കളറിൽ എടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഈ ഒരു കളറിലായിട്ടാണ് ഇത് എടുക്കുന്നത്. അപ്പം നമ്മുടെ ടേസ്റ്റി ചിക്കൻ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കി നമ്മൾ ഉണ്ടാക്കി വച്ചേക്കുന്നത് എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഞാൻ അങ്ങനെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുത്തതാണ് ഇത്. അപ്പോൾ സിമ്പിളല്ലേ? അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മാത്രമല്ല ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് താഴെ കമൻറ്റും ചെയ്യാം. താങ്ക് യു.